ലോർഡ്. യോഹന്നാൻ 10:11 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും തകർച്ചകളും പ്രശ്നങ്ങളും വരുമ്പോൾ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് നമ്മുടെ മനസ്സിൽ ചോദിച്ചു പോകും, കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് നൽകിയത്? ഇങ്ങനെ ഒരു കഷ്ടതയോടെ, ഇങ്ങനെ ഒരു തകർച്ചയോടെ ജീവിതം എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് നൽകിയത്? ലോകത്തിലെ ലൗകികരെ നോക്കിയാൽ അവരെത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നിട്ടും കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ വിശ്വസിച്ച്, കർത്താവിനെ ആരാധിക്കുന്ന എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം എന്തുകൊണ്ടാണ് കർത്താവെ ഇങ്ങനെ തകർച്ചകളും ഇങ്ങനെ പ്രശ്നങ്ങളും ഇങ്ങനെ ദുഃഖവും ഞാൻ അനുഭവിക്കുന്നത്? പ്രിയരെ, ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം, അവൻ നിങ്ങൾക്ക് നൽകിയത് തകർച്ചയുടെ ജീവിതത്തെ അല്ല, അവൻ നിങ്ങൾക്ക് നൽകിയത് സമൃദ്ധിയുടെ ജീവനെ അത്ര. അവൻ നിങ്ങൾക്ക് നൽകിയത് സമൃദ്ധിയുടെ ജീവനെ അത്ര. കാൽവറി ക്രൂശിനകത്ത് അവൻ യാഗമായത് നിങ്ങൾക്ക് തകർച്ചയുടെ ജീവിതത്തെ നൽകുവാനല്ല, കാൽവറി ക്രൂശിനകത്ത് അവൻ യാഗമായത് സമൃദ്ധിയുടെ ജീവനെ നൽകുവാനത്ര. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദുഃഖം വരുമ്പോഴും, നിങ്ങൾ ദുഃഖിക്കുമ്പോഴും, നിങ്ങൾ വിലപിക്കുമ്പോഴും ലോകം നിങ്ങളെ നോക്കി സന്തോഷിക്കുന്നു. എന്നാൽ വചനം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ വിലപിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഇന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടുമായി പറയട്ടെ, ദുഃഖിക്കുന്ന പല സമയങ്ങൾ, പല സന്ദർഭങ്ങളുണ്ടാകാം. വിലപിക്കുന്ന പല സമയങ്ങൾ, പല സന്ദർഭങ്ങളുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ദുഃഖം എല്ലാം സന്തോഷമായി തീരുന്ന ഒരു സമയമുണ്ട്. നിങ്ങളുടെ ജീവിതം ദുഃഖത്തിൽ നിന്ന് സന്തോഷിക്കുന്ന സമയമുണ്ട്. ഒന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക, കാൽവറി ക്രൂശിനകത്ത് അവൻ നൽകിയ ജീവിതം തകർച്ചയുടെ ജീവിതമല്ല, സമൃദ്ധിയുടെ ജീവിതം അത്രേ. വചനം പറയുന്നു, കള്ളന്മാർ മുടിപ്പിക്കുവാനും കൊള്ളയടിക്കുവാനും അത്രേ വരുന്നത്, അവർക്ക് ജീവൻ കൊടുക്കുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അവൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാക്കുവാനല്ല, അവൻ വന്നിരിക്കുന്നത് സമൃദ്ധിയുടെ ജീവൻ നൽകുവാനത്രേ. ഈ വചനത്തെ, ഈ ദൈവശബ്ദത്തെ വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.